ഇല്ലാത്ത കഷ്ടം തന്നെ ഇത്. എന്തോന്നേട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ കുഞ്ഞാവളെ കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുമ്പോഴേ എന്തൊരു സ്നേഹം അവർക്ക്. തന്നെ തന്നെ. ചേട്ടാ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട. ചേട്ടാ ചോദിച്ച്. കറക്റ്റ് ഉത്തരം തന്നെ പറയണം. എന്തൊരു പീസി പരീക്ഷ? ചേട്ടാ ഞാൻ ചോദിക്കട്ടെ? ചേട്ടാ ഇതിനകത്ത് ഏതാ രഞ്ജുവും കുഞ്ചും? എനിക്കറിയാം സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന കുഞ്ചു. എന്നാലും ചേട്ടൻ പറയട്ടാ. ശരി പറയാം. ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. ചെറുതായിട്ട് ആ കൂർക്കം വിളിക്കുന്ന സൗണ്ട് കേട്ടാ? അതാണ് രഞ്ജു. അതെങ്ങനെ മനസ്സിലായി ചേട്ടന്? ഇനി അവൻ 10-25 മുട്ട ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വന്ന് വെച്ചിരുന്നാണ് മുളിച്ചടിച്ച് കയറ്റിയത്. അറിയൂ, ആ മുട്ട തൊണ്ടേ കുരുങ്ങിയിട്ടാണ് ഈ കിടന്ന് കൂർക്കം വിളിക്കുന്നത്. അപ്പൊ ചേട്ടൻ മുട്ട കഴിച്ചിട്ട് തൊണ്ടേ കുരുങ്ങിയിട്ടാണ് ചേട്ടൻ ഇങ്ങനെ കിടന്ന് കൂർക്കം വലിക്കുന്നത്? എന്താടാ അമ്മമ്മ അങ്ങോട്ട് നോക്ക്. അച്ചടാ അതുങ്ങളെ കിടക്കുന്ന കണ്ടോ പാവം. അമ്മമ്മ ഞാനേ പടവലത്ത് പോയിട്ടൊരു 4-5 ദിവസം നിന്നിട്ട് വരട്ടെ. അതെന്തിനാ ഇപ്പൊ പടവലത്ത് പോന്നെ? അല്ല കുഴപ്പമില്ല, പോണ്ടെങ്കി പോണ്ട, പോകുന്നില്ല. മാവിൻചോട്ട് വരെ ഒന്ന് പോവാ. എന്തിന്? ഞാൻ അവിടെ കിടക്കാൻ പോണ്. എടാ അതെന്തിനാന്നാ ചോദിച്ചാ മാവൻ ചോട്ടി കിടക്കുന്നത്? ഇത് 6 റൂമാ. എന്റെ നാട്ടില് പറയപ്പെടുന്നത്. അതുകൊണ്ട് ചിലപ്പോ ഞാൻ ഇവിടെ നിന്ന് 2 ദിനോസറുകൾ എന്നെ പിടിച്ച് വീഴുങ്ങും. ചോദിച്ചിരുന്നു അമ്മയോലി എണീറ്റ നിന്റെ ആരും തീർന്നു. അമ്മമ്മേ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോ. ഇതിനകത്ത് ഏതാണ് രഞ്ജുവും കുഞ്ചും? എനിക്കറിയാം, അമ്മമ്മ പറ. എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയട്ടെ? ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന കുഞ്ചും സെക്കൻഡ് കിടക്കുന്നത് രഞ്ജു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അമ്മമ്മേ ചേട്ടന്മാര് ഭയങ്കര പാവ. പക്ഷെ ഇവര് ഇവിടെ നിന്ന് കഴിഞ്ഞാ എന്റെ കാര്യത്തിൽ തീരുമാനമാവും. അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടേ ചുമ്മാ മക്കളെ കളിപ്പിക്കുന്നതാ. അതൊക്കെ എനിക്ക് അറിയാം അമ്മമ്മ. അമ്മമ്മേ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ഓ ചോദിച്ചോ. ഇവരിവിടെ കൊറേ ദിവസം കാണൂ, അത് ഇന്ന് തന്നെ അങ്ങ് പോവും? അതെന്താ മക്കൾ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷാ. അതുമാത്രമല്ല കുഴപ്പമാ. എന്ത് കുഴപ്പം? അവര് വരുന്നുണ്ടെന്നും പറയാൻ നിക്കണ്ട കേട്ടോ. ഞാൻ പോയി കേശവനെ നോക്കട്ടെ. പാർക്കുട്ടി എങ്ങോട്ടായി ഓടുന്നേ? അത് കേശു അപ്പുറത്തോട്ടെങ്ങാണ്ട് പോയി നോക്കാൻ പോയതാ. ഇവന്മാര് രണ്ടും ഇവിടെ കിടന്ന് ഉറങ്ങണോ? അവര് പിള്ളേർ അവിടെ കിടന്ന് ഉറങ്ങട്ടെന്നേ. 2 പേരും ഉണ്ടല്ലോ ഒരു സമയത്തും അടങ്ങിയിരിക്കത്തില്ല. എല്ലാ ജോലിയും ചെയ്ത് ഓടിച്ചാടി നടക്കും. അങ്ങനെ ഒരു പ്രകൃതമായി നിങ്ങള്. അത് നല്ലതല്ലയോ അങ്ങനെ ഓടിച്ചാടി ജോലിയൊക്കെ ചെയ്യുന്നത്? സിദ്ധുവിന് എന്തൊരു ഇഷ്ടമാണെന്നറിയ ഇവരെ 2 പേര്. സിദ്ധു അവിടെ കുഴിപ്പളത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാർ 2 പേരും വീട്ടിലുണ്ടാവും. അവര് സംസാരവും ബഹളവും ഒരാഘോഷം തന്നെയല്ലേ ഏട്ടാ? ലച്ചു എപ്പോഴോ പിള്ളേരുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 പേരും എന്തു പണി ഒരു മടി കൂടാതെ ചെയ്തോളൂ. പക്ഷെ കിടന്നുറങ്ങിയാൽ പിന്നെ നോക്കണ്ട, ആന കുത്തിയാലും എഴുതക്കൂല. അയ്യോ കനക അടുക്കളയിലുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഇവന്മാരിങ്ങനെ ഇവിടെ നിൽക്കണത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാനും അത് തന്നെ ആലോചിച്ചത്. ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ 1 മാസം നിൽക്കുന്ന പോലെയാണോ? ഇതിപ്പം ലച്ചുവിന്റെ വീടല്ലേ, മോശല്ലേ? അതെ, നമ്മള് തന്നെ അവർക്കൊരു സൗകര്യക്കേടാണ്. അതിന്റെ ഇടയിൽ ഇവന്മാരും കൂടി വന്ന് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ല. പക്ഷെ ഇവന്മാരോട് എങ്ങനെ പറയും? വീട്ടിൽ പോകാൻ പറയുന്നത് കഴിഞ്ഞു അവന്മാർ 2 പേർക്കും വിഷമാവും. പിള്ളേരുടെ മനസ്സാ 2നും. എന്താ ചെയ്യാന്ന് പറയട്ടാ? ഞാനൊരു കാര്യം പറയട്ടെ? അവരുടെ നാട്ടിലെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാല ഇവന്മാരാവൊന്നും കേട്ടാ പോകത്തൊന്നുമില്ല. ശരിയാണ്, അവര് പോവില്ല. ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ ഞാനാ പോവുള്ളൂ.
ഞാൻ പോയിട്ട് കാര്യമില്ല. അത് വിട്ടേ. നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞേ. ലൈൻ കമ്പി പൊട്ടി വീണെന്ന് പറഞ്ഞല്ല. വേറെ ഇലക്ട്രിക് പോസ്റ്റ് തലകറങ്ങി വീണെന്ന് പറഞ്ഞല്ല. കറണ്ട് പിടിക്കാതെ മാറ്റ് കറണ്ടേന്ന്. വേറെ എന്തെങ്കിലും ഒന്നേന്ന് ആലോചിച്ചേ ഫ്രഷ് ആയിട്ട്. ഒറ്റ കാര്യമുണ്ട്. എന്താ? സിദ്ധു വിളിച്ചിരുന്നു. കുഴപ്പമുള്ളത് പണി നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു മേൽനോട്ടത്തിനായിട്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ ഫുൾ ടൈം വേണം എന്നൊരു വാക്ക് പറഞ്ഞാൽ രണ്ടും വിട്ടോളൂ. അത് നല്ല ഐഡിയ. പിള്ളേർക്കാണെങ്കിൽ അത് വിശ്വാസവും വരും. സിദ്ധു വിളിച്ച് പറയുമ്പോ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുകയും ചെയ്യും ചേട്ടാ. ഒരു മേൽനോട്ടത്തിന് ഇടക്ക് ഞാനൊന്ന് പോയി നോക്കാം. അത് വേണ്ട. അവര് വൃത്തിക്ക് പണിയുമ്പോ നിങ്ങൾ ഇവിടെ ചെന്ന് കൊള്ളാക്കണ്ടല്ലോ. അപ്പൊ അത് വേണ്ട. വേണ്ടല്ലേ? ശരിയാവില്ല.